Hi friends, welcome to Commerce Made Easy. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ പ്രോബ്ലം ആണ്. ആദ്യം നമുക്കൊരു സിമ്പിൾ പ്രോബ്ലം പറയാം, എന്നിട്ട് വലിയ അഡ്ജസ്റ്റ്മെന്റ് ഉള്ള പ്രോബ്ലം ചെയ്യാം. ഇന്നൊരു സിമ്പിൾ പ്രോബ്ലം ആണ് പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഫ്രം ദ ഫോളോയിങ് ടു ബാലൻസ് ഷീറ്റ് ഓൺ 31st December 2002 and 2003 you are required to prepare schedule of changes in working capital fund flow statement. നമുക്ക് രണ്ട് ബാലൻസ് ഷീറ്റ് ഡേറ്റിലെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും വരയ്ക്കണം, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റും വരയ്ക്കണം. ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ ലയബിലിറ്റി സൈഡിൽ ഷെയർ ക്യാപിറ്റൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡിബെഞ്ചേഴ്സ്, ട്രേഡ് ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് ക്രെഡിറ്റേഴ്സ് ഉണ്ട്. അസറ്റ് സൈഡിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ക്യാഷ്. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ്. ആദ്യം നമുക്ക് വരയ്ക്കാനുള്ളത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. നമുക്കറിയാം ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ വരയ്ക്കുമ്പോൾ നമ്മൾ എന്തു മാത്രമേ കൺസിഡർ ചെയ്യാവൂ? ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ മാത്രമേ കൺസിഡർ ചെയ്യാവൂ. അഡ്ജസ്റ്റ്മെന്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യരുത്. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും തന്നെ ഇല്ല. ഇനി ഉണ്ടെങ്കിൽ കൂടി ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ വരയ്ക്കുമ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റിലെ ഇൻഫർമേഷൻ വെച്ചിട്ട് വേണം വരയ്ക്കാൻ. ബാലൻസ് ഷീറ്റിലെ കറന്റ് അസറ്റ്സുകളും കറന്റ് ലയബിലിറ്റീസും മാത്രമാണ് ഇവിടെ വരുന്നത്. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്നത് കറന്റ് അസറ്റ്സുകളും കറന്റ് ലയബിലിറ്റിയും. അപ്പൊ ഇവിടെ കറന്റ് അസറ്റ്സ് നോക്കുവാണെങ്കിൽ സ്റ്റോക്ക് ഉണ്ട്, ഡെറ്റേഴ്സ് ഉണ്ട്, ക്യാഷ് ഉണ്ട്. കറന്റ് ലയബിലിറ്റി നോക്കുവാണെങ്കിൽ ട്രേഡ് ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിംഗ് ക്രെഡിറ്റേഴ്സ് മീൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് കൊടുക്കാനുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. അതാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അതും കറന്റ് ലയബിലിറ്റിയാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇവിടെ വരത്തുള്ളൂ, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ വരത്തുള്ളൂ. ഇനി നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കറന്റ് അസറ്റ്സുകൾ കൂടിയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷം കറന്റ് അസറ്റ്സ് കൂടി നിൽക്കുവാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടി എന്നാണ് അർത്ഥം. കറന്റ് അസറ്റ്സ് കുറയുക ചെയ്തിട്ടുള്ളെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു എന്നാണ് മീനിങ്. ഇനി കറന്റ് ലയബിലിറ്റി നോക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതായത് കറന്റ് ലയബിലിറ്റി കൂടുവാണെങ്കിൽ, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കറന്റ് ലയബിലിറ്റി കൂടിയതാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു എന്നാണ്. കറന്റ് ലയബിലിറ്റി കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്തിരിക്കുന്നു, കൂടിയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ആദ്യം നമ്മൾ നമുക്കറിയാം പർട്ടിക്കുലേഴ്സ് കോളം, പ്രീവിയസ് ഇയർ കോളം ഉണ്ടാവും, കറന്റ് ഇയർ കോളം ഉണ്ടാവും. വർക്കിംഗ് ക്യാപിറ്റൽ വന്നിരിക്കുന്ന ചേഞ്ചസ് കാണിക്കാനുള്ള, കൂടിയിട്ടുള്ളതാണെങ്കിൽ ഇൻക്രീസ് കോളം, കുറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഡിക്രീസ് കോളം. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് കറന്റ് അസറ്റ്സ് ആണ്. കറന്റ് അസറ്റ്സ് നമ്മൾ ഇവിടെ നോക്കിയപ്പം സ്റ്റോക്കും ഡെറ്റേഴ്സും ക്യാഷും ആണ് ഉള്ളത്. നമ്മൾ എടുത്തെഴുതുക സ്റ്റോക്ക് ഉണ്ട്, ഡെറ്റേഴ്സ് ഉണ്ട്, ക്യാഷ് ഉണ്ട്. സ്റ്റോക്കിന്റെ എമൗണ്ട് 2002 സ്റ്റോക്ക് 80,000, 2003 അത് 1,10,000. ഡെറ്റേഴ്സിന്റെ എമൗണ്ട് 46,000, 30,000 2003. ക്യാഷിൻ്റെത് 4,000 ആയിരുന്നു, അത് 5,000 ആയി. ഇനി നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് സ്റ്റോക്ക് എടുക്കുമ്പോൾ 2002 നമുക്ക് തന്നിരിക്കുന്നത് 80,000 ആണ്, 2003 അത് 1,10,000 ആയി. അപ്പം കറന്റ് അസറ്റ്സ് അതായത് സ്റ്റോക്ക് എന്ത് ചെയ്തിരിക്കുക, കൂടിയിരിക്കുകയാണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലും എന്ത് ചെയ്യണം, കൂടണം. എത്രയാ കൂടിയിരിക്കുന്നത്? 80,000 നിന്നും 1,00,000 പോയി. അപ്പൊ എത്ര കൂടിയിട്ടുണ്ട്? 30,000 കൂടിയിട്ടുണ്ട്. അപ്പൊ ഇൻക്രീസ് കോളത്തിൽ 30,000. ഇനി ഡെറ്റേഴ്സ് 46,000 ആയിരുന്നു, അത് എത്രയായിട്ട് കുറഞ്ഞു? 30,000 ആയിട്ട് മാറി. അപ്പം ഡെറ്റേഴ്സ് എന്ത് ചെയ്തു, കറന്റ് അസറ്റ്സ് എന്ത് ചെയ്തു, കുറഞ്ഞു. അപ്പൊ വർക്കിംഗ് ക്യാപിറ്റലും എന്ത് ചെയ്തു, കുറഞ്ഞു. എത്രയാ കുറഞ്ഞിരിക്കുന്നത്? 16,000. വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്തു, കുറഞ്ഞു, 16,000. അടുത്തത് ക്യാഷ് ആണ്. ക്യാഷ് 2002 4,000, 2003 5,000 കൂടി. അപ്പൊ വർക്കിംഗ് ക്യാപിറ്റലും എന്ത് ചെയ്തു, കൂടി. എത്രയാ കൂടിയിരിക്കുന്നത്? 1,000. ഇങ്ങനെയാണ് കറന്റ് അസറ്റ്സിന്റെ കേസിൽ. കറന്റ് അസറ്റ്സ് കൂടുവാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടി, കറന്റ് അസറ്റ്സ് കുറഞ്ഞാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്തു, കുറഞ്ഞു. ഇനി കറന്റ് അസറ്റ്സിന്റെ 2 വർഷത്തെയും ടോട്ടൽ എടുക്കുക. ഫസ്റ്റ് ഇയറിലെ ടോട്ടൽ വരുന്നത് 2002 ടോട്ടൽ വരുന്നത് 1,30,000 ആണ്. 2003 ടോട്ടൽ 1,45,000. കറന്റ് അസറ്റ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടുന്നത് കറന്റ് ലയബിലിറ്റീസ് ആണ്. കറന്റ് ലയബിലിറ്റീസ് ഇവിടെ വരുന്ന രണ്ടെണ്ണേ ഉള്ളൂ, ക്രെഡിറ്റേഴ്സും ഔട്ട്സ്റ്റാൻഡിംഗ് ക്രെഡിറ്റേഴ്സ്. എമൗണ്ട് എടുത്ത് എഴുതുക. അപ്പൊ ഫസ്റ്റ് വരുന്നത് ട്രേഡ് ക്രെഡിറ്റേഴ്സ്. കറന്റ് ലയബിലിറ്റീസിൽ ഫസ്റ്റ് കോളം ട്രേഡ് ക്രെഡിറ്റേഴ്സ്. പിന്നെ വരുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് ക്രെഡിറ്റേഴ്സ് മീൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ആണ്, ഔട്ട്സ്റ്റാൻഡിംഗ് ക്രെഡിറ്റേഴ്സ്.
അതിനകത്ത് ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് 75,000 2002 2003 98,000. ഔട്ട്സ്റ്റാൻഡിംഗ് ക്രെഡിറ്റേഴ്സ് 5,000 2003 അത് 2,000. ഇനി ചേഞ്ചസ് നോക്കാം. ട്രേഡ് ക്രെഡിറ്റേഴ്സ് 75,000 98,000 ആയിട്ട് കൂടി. കറന്റ് ലയബിലിറ്റി എന്ത് ചെയ്തു? കൂടി. കറന്റ് ലയബിലിറ്റി കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്തെയും കുറയും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്തെയും കുറയും. എത്രയാണ് കുറഞ്ഞിരിക്കുന്നത്? 23,000 കുറഞ്ഞു. അടുത്ത ഔട്ട്സ്റ്റാൻഡിംഗ് ക്രെഡിറ്റേഴ്സ് 5,000 ആയിരുന്നു 2003 അത് 2,000 ആയി. അപ്പോൾ കറന്റ് ലയബിലിറ്റി എന്ത് ചെയ്തു? കുറഞ്ഞു മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്തു? കൂടി. അപ്പൊ എത്രയാ കൂടിയിരിക്കുന്നത്? 3,000 കൂടിയിട്ടുണ്ട്. ഇങ്ങനെയാണ്. കറന്റ് ലയബിലിറ്റീസ് കൂടുവാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. കറന്റ് ലയബിലിറ്റി കുറയുവാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്തെയും കൂടും. ഇനി എന്ത് ചെയ്യുക? കറന്റ് ലയബിലിറ്റി ടോട്ടൽ ചെയ്യുക. കറന്റ് ലയബിലിറ്റി 2002 ടോട്ടൽ 80,000 2003 ടോട്ടൽ 1 lakh. ഇത്രയും ചെയ്തു. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ നമുക്കറിയാം കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റി ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ 2002 ടോട്ടൽ കറന്റ് അസറ്റ്സ് അല്ലെങ്കിൽ എയുടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 1,30,000, ബിയുടെ അല്ലെങ്കിൽ കറന്റ് ലയബിലിറ്റീസിന്റെ ടോട്ടൽ 80,000 മൈനസ് ചെയ്യുക. കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റി ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പം 2002 വരുന്നത് 50,000 ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ 50,000. 1,30,000 മൈനസ് 80,000 അപ്പൊ 50,000. 2003 1,45,000 കറന്റ് അസറ്റ്സ് 1 lakh കറന്റ് ലയബിലിറ്റി. അപ്പൊ നമുക്ക് വരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ 45,000. ഇനി നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കമ്പയർ ചെയ്യുക. 2002 2003 കൂടെ കമ്പയർ ചെയ്യുക. എനിക്ക് 50,000 ആയിരുന്നു, അത് എത്രയായിട്ട് മാറി? 45,000 ആയിട്ട് മാറി. അപ്പൊ വർക്കിംഗ് ക്യാപിറ്റലിൽ എന്ത് ചേഞ്ചാണ് വന്നിരിക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ എഴുതുക നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. 50,000 45,000 ആയിട്ട് കുറഞ്ഞു വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ഇനി നമുക്ക് ഈ ചേഞ്ച് കോളവും ടോട്ടൽ ചെയ്യാവുന്നതാണ്. ചേഞ്ച് കോളവും ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഇൻക്രീസ് കോളം എത്ര കിട്ടും? 34,000 എന്ന് കിട്ടും. ഇൻക്രീസ് കോളം 34,000, ഡിക്രീസ് കോളം നമ്മൾ നോക്കുമ്പോൾ 39,000. കണ്ടോ? ഡിക്രീസ് കോളമാണ് കൂടി നിൽക്കുന്നത്. അപ്പം നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. നോക്കിക്കേ എത്രയാ ഡിക്രീസ് ചെയ്തിരിക്കുന്നത്? നമുക്ക് വേണമെങ്കിൽ ടോട്ടൽ എടുത്ത് എഴുതാം. ഇവിടുത്തെ ടോട്ടൽ 50,000 ആണ്. 50,000. അപ്പൊ ഇവിടെ എന്ത് തന്നെ ആയിരിക്കണം? 50,000 തന്നെ ആയിരിക്കണം. അപ്പൊ അത് ടോട്ടൽ ടാലി ആണെങ്കിൽ ഇവിടെ എത്രയാണ് കുറഞ്ഞിരിക്കുന്നത്? 5,000. അപ്പൊ 45,000 5,000 50,000. നെക്സ്റ്റ് ഇവിടെ നോക്കുമ്പോൾ 34,000 39,000 കൂടി നിൽക്കുന്നത് 39,000 ആണ്. അപ്പൊ 39,000 എടുത്ത് എഴുതുക. ടാലി ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 5,000. ഇവിടെ 5,000 കൂടെ ആകുമ്പോഴാണ് 39,000 ആവുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. അടുത്ത വരുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് ബാലൻസ് ഷീറ്റ് വരുന്ന ഐറ്റവും എടുക്കണം. അഡ്ജസ്റ്റ്മെന്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എവിടെ വരും? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വരും. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ എങ്ങനെയുള്ള അസറ്റുകൾ എങ്ങനെയുള്ള ലയബിലിറ്റീസും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേം നേച്ചറിലുള്ള ലോങ് ടേം ലയബിലിറ്റീസും ഫിക്സഡ് അസറ്റുകളുടെയും ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ വരുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ വരുന്നത്. ഇവിടെ കറന്റ് അസറ്റ്സുകളും കറന്റ് ലയബിലിറ്റീസും ബാധിക്കത്തില്ല. ഫിക്സഡ് അസറ്റുകളും ലോങ് ടേം ലയബിലിറ്റീസും ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യമേ അസറ്റ് ലയബിലിറ്റി സൈഡ് നോക്കാം. അതിനകത്ത് ലോങ് ടേം ലയബിലിറ്റീസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ഡിബഞ്ചേഴ്സ് ഉണ്ട്. പ്രോഫിറ്റ് അവിടെ നിൽക്കട്ടെ. ഷെയർ ക്യാപിറ്റൽ ലോങ് ടേം ആണ്, ലയബിലിറ്റി ആണ്. ഡിബഞ്ചേഴ്സും ലോങ് ടേം ലയബിലിറ്റി ആണ്. അപ്പൊ ഷെയർ ക്യാപിറ്റലിന്റെ കേസ് നോക്കുവാണെങ്കിൽ 2002 അത് 3 lakhs ആയിരുന്നു. 2003 അത് 3,25,000 ആയി. അപ്പൊ 25,000 വർധനവ് വന്നിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. മീൻസ് നമ്മൾ പുതിയതായിട്ട് ഷെയർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 25,000 രൂപയുടെ ഷെയർസ് പുതിയതായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഷെയർ വഴി നമ്മൾ ക്യാഷ് എന്ത് ചെയ്തിട്ടുണ്ട്? റേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ 2 കോളമാണുള്ളത്, സോഴ്സസും ആപ്ലിക്കേഷൻസും. നമുക്ക് ഇങ്ങോട്ട് വന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ചെലവായത്. നോക്കിയാൽ നമ്മൾ ഷെയർ വഴി 25,000 രൂപയുടെ ഷെയർ വഴി നമ്മൾ ക്യാഷ് എന്ത് ചെയ്തിട്ടുണ്ട്? റേസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോ എമൗണ്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ ഇഷ്യൂ ഷെയർസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഴ്സ് ആണ്. അപ്പൊ സോഴ്സ് കോളത്തിൽ എഴുതാം ഇഷ്യൂ ഓഫ് ഷെയർസ്. എത്ര രൂപയുടെയാണ്? 3 lakhs 3,25,000 ആയെന്ന് പറഞ്ഞാൽ 25,000
വർധനവ്. അതായത് 25,000 രൂപയുടെ ഷെയർസ് പുതിയതായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് ഇത്രയും ഫണ്ട് നമ്മുടെ ബിസിനസ്സിലോട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഡിബഞ്ചേഴ്സ് ആണ്. ഡിബഞ്ചേഴ്സ് 2 ലക്ഷം ആയിരുന്നത് 1,50,000 ആയിട്ടുണ്ട്. നമ്മൾ കടം വാങ്ങിച്ചു തന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? റീപേ ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. 2 ലക്ഷം 2002 ഉണ്ടായിരുന്നത് 2003 ആയപ്പോഴത്തേനും 1,50,000 ആയിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ആ എത്രയാണോ കുറവുള്ളത് അത്രയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? കടം തിരിച്ചു കൊടുത്തു എന്നാണ് അർത്ഥം. അത് നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്താണ്? ക്യാഷ് പോയതാണ്. അതൊരു ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്, അതായത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. റിഡംഷൻ മീൻസ് റീപേയ്മെന്റ്. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് 2 ലക്ഷം ആയിരുന്നത് 1,50,000 ആയിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 50,000 രൂപ കടം വാങ്ങിച്ചത് എന്ത് ചെയ്തു? തിരിച്ചു കൊടുത്തു. അപ്പൊ 50,000 റിഡംഷൻ ഓഫ് ഡിവെഞ്ചേഴ്സ്. പിന്നെ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അത് നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിച്ച് സോഴ്സസിനകത്ത് എഴുതാനുള്ളതാണ്. ഏത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോൾ അത് നോക്കാം. നെക്സ്റ്റ് നമ്മൾ അസറ്റ് സൈഡിൽ വരുമ്പോഴത്തേന് ഫിക്സഡ് അസറ്റുകളാണ് നോക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ഫിക്സഡ് അസറ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 4,50,000 ആയിരുന്നു 2002 ഉണ്ടായിരുന്നത്. 2003 ആയപ്പോൾ അത് 5,10,000 ആയി. അപ്പൊ എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. അതിനർത്ഥം എന്താ? നമ്മൾ പുതിയ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്? വാങ്ങിയിട്ടുണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിംഗിന്റെ എമൗണ്ട് കൂടിയെന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാണ് ചെയ്യുന്നത്. അപ്പൊ എവിടെ വരും? ആപ്ലിക്കേഷൻ സൈഡിൽ വരും എന്താ? പർച്ചേസ് ഓഫ് ലാൻഡ് ആൻഡ് മെഷീനറി. പർച്ചേസ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. പർച്ചേസ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമ്മൾ 4,50,000 ഉണ്ടായിരുന്നു, 5,10,000 ആയി. അപ്പൊ 60,000 രൂപയുടെ പുതിയ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് അവിടെ വരുന്ന ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. അത് 1 ലക്ഷം ആയിരുന്നത് 90,000 ആയിട്ട് കുറഞ്ഞു എന്നർത്ഥം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ്മെന്റ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും. കാരണം സെയിൽസ് എമൗണ്ടും പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഈ കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ഇപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി 1 ലക്ഷം ആയിരുന്നത് 90,000 ആയിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡിപ്രീസിയേഷൻ ആണ്. സെയിൽ ആണെങ്കിൽ അത് എന്ത് ചെയ്തിട്ടുണ്ടാവും? അഡ്ജസ്റ്റ്മെന്റ് സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. ഇതപ്പോ എന്താണ്? ഡിപ്രീസിയേഷൻ ആണ്. 1,90,000 ആയിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്തു എന്നല്ല അർത്ഥം. അതിന്റെ മീനിങ് എന്താണ്? 10,000 രൂപയുടെ ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട്, അല്ലെ 10,000 രൂപയുടെ ഡിപ്രീസിയേഷൻ ഉണ്ടായിട്ടുണ്ടെന്നാണ് അർത്ഥം. ഡിപ്രീസിയേഷൻ എവിടെ എടുക്കത്തില്ല? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ എടുക്കത്തില്ല. അത് എവിടെ അഡ്ജസ്റ്റ് ചെയ്യത്തുള്ളൂ? ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ എഴുതുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യത്തതേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇനി വരുന്നത് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ ആണ് ഒരു ഐറ്റം. ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ അത് നമ്മൾ കണ്ടുപിടിക്കണം. ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ. പിന്നെ വരുന്നത് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ വരും. നമ്മുടെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസിന് വർക്കിംഗ് ക്യാപിറ്റലിൽ എന്താണോ വന്നിരിക്കുന്ന റിസൾട്ട് അത് നമ്മൾ എവിടെ ഉൾപ്പെടുത്തണം? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുത്തണം. ഇവിടെ നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഡേ ടു ഡേ ആവശ്യങ്ങൾക്കായുള്ള വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞിരിക്കുകയാണ്. അത് നമുക്ക് എന്താണ്? സോഴ്സ് ആണ്. കൂടെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയെന്ന് പറഞ്ഞാൽ അത് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്. ഇവിടെ ഇപ്പൊ നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് നമുക്കതൊരു സോഴ്സ് ആണ്. അത് എത്രയാണ്? 5,000 ആണ് നമുക്ക് കിട്ടിയ ആൻസർ. അതെടുത്ത് എഴുതുക. നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ആയിട്ട് വരും. നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ അതെന്തായിരിക്കും? സോഴ്സ് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ മീൻസ് പ്രോഫിറ്റ് ആണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ലയബിലിറ്റി സൈഡിൽ തന്നിട്ടുണ്ടാവും. രണ്ട് വർഷത്തെ എമൗണ്ട് തന്നിട്ടുണ്ടാവും. അപ്പോൾ 1,00,000 1,70,000 ആണ് നമ്മുടെ ഈ പ്രോബ്ലത്തിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ കമ്പയർ ചെയ്യുക. അതായത് ക്ലോസിംഗ് ബാലൻസും ഓപ്പണിംഗ് ബാലൻസും ആയിട്ട് കമ്പയർ ചെയ്യുക. 1,00,000 ആയിരുന്നു 1,70,000 ആയി. അപ്പൊ ഈ വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 70,000 ആണ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ കിട്ടുന്ന കറന്റ് ഇയർ പ്രോഫിറ്റ് ആണ് ഈ 70,000 എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. എന്ത് കണ്ടുപിടിക്കാനായിട്ട്? ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാനായിട്ട്. ആ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക? നമ്മൾ ആഡ് ബാക്ക് ചെയ്യുക. നോൺ ഓപ്പറേറ്റിംഗ്
ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, ഡിഡക്ട് ചെയ്ത് കളയുക. അതാണ് അങ്ങനെ കിട്ടുന്നതാണ് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ. ഇപ്പൊ എളുപ്പത്തിൽ പറയുവാണെങ്കിൽ നമ്മൾ ക്ലോസിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ഓപ്പണിംഗ് ബാലൻസ് കുറയ്ക്കുമ്പോൾ നമുക്ക് കറന്റ് ഇയർ പ്രോഫിറ്റ് കിട്ടും. അതിന്റെ കൂടെ നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ആഡ് ബാക്ക് ചെയ്യണം. അമോർട്ടൈസേഷൻ ഓഫ് ഫിക്ടീഷ്യസ് അസറ്റ്സ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, പേറ്റന്റ്, കോപ്പിറൈറ്റ്, ഗുഡ് വില്ല് ഇങ്ങനെയുള്ള അസറ്റ്സുകൾ കുറഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതും. പേറ്റന്റ്, കോപ്പിറൈറ്റ്, ഗുഡ് വില്ല് ഇങ്ങനെയുള്ള ഐറ്റംസ് ഫിക്സഡ് അസറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, അത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നതിന് പകരം നമ്മൾ അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എവിടെ അഡ്ജസ്റ്റ് ചെയ്യണം, ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോൾ ആഡ് ബാക്ക് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ടാക്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് ടാക്സ് പ്രൊവിഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യണം. ഇന്ററിം ഡിവിഡന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ഡിവിഡന്റ്, പ്രപ്പോസ്ഡ് ഡിവിഡന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യണം. നമ്മൾ ഏതെങ്കിലും ഫിക്സഡ് അസറ്റുകൾ വിറ്റപ്പം ലോസ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് ആഡ് ബാക്ക് ചെയ്യണം. ഇങ്ങനെയുള്ള നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകളെല്ലാം എന്ത് ചെയ്യുക, ആഡ് ബാക്ക് ചെയ്യുക. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആയിട്ടുള്ള പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് ഫിക്സഡ് അസറ്റ് വിറ്റപ്പോൾ നമുക്ക് പ്രോഫിറ്റാ കിട്ടിയിട്ടുള്ളെങ്കിൽ അതെന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. നമ്മൾ ഡിവിഡന്റ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. നമ്മൾ ഫിക്സഡ് അസറ്റ്സുകൾ റീവാല്യൂ ചെയ്തപ്പോൾ അപ്രീസിയേഷൻ എമൗണ്ട് കൂടി നിൽക്കുവാണെങ്കിൽ ആ അപ്രീസിയേഷൻ എത്രയാണോ അതും എന്ത് ചെയ്യുക, ലെസ് ചെയ്ത് കളയുക. ഇതെല്ലാം ചെയ്ത് കിട്ടുന്നതിനെയാണ് നമ്മൾ ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ പ്രോബ്ലത്തിൽ നമ്മൾ നോക്കുമ്പോൾ പ്രോഫിറ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക. 1 lakh ആയിരുന്നത് 1,70,000 ആയി. മീൻസ് കറന്റ് ഇയർ പ്രോഫിറ്റ് 70,000 ആണ്. പിന്നെ ഇവിടെ അഡ്ജസ്റ്റ്മെന്റുകളിൽ ഒന്നും തന്നെ ഇല്ല, അസറ്റുകൾ വിറ്റതായിട്ട് ഒന്നും തന്നെ ഇല്ല. പിന്നെ ആകെ ഉള്ളത് ഈ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലെ ഡിപ്രീസിയേഷൻ മാത്രമാണ്. ആ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ബാക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ. നമുക്ക് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്കിവിടെ ഉള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ആദ്യമേ നമ്മൾ കറന്റ് ഇയർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്ലോസിംഗ് ബാലൻസ് എഴുതുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്ലോസിംഗ് ബാലൻസ് ലാസ്റ്റ് ഇയറിലത് എത്ര, 1,70,000. ഓപ്പണിംഗില് 1,00,000. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് 1,70,000 നിന്നും ലെസ് എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ്